ഇനിയുമുണ്ട് മത്സരിക്കാൻ. എന്തായിരുന്നാലും ഒപ്പനയ്ക്ക് വലിയൊരു പ്രത്യേകതയുള്ളത് ഒരു മൊഞ്ചത്തി ചുറ്റും പല മൊഞ്ചത്തിമാർ താളത്തിലുള്ള പാട്ട്, ഈണം, തപ്പുകൊട്ട് ഇതൊക്കെ യോജിക്കുന്ന ഒന്നായതുകൊണ്ട് സ്വാഭാവികമായും ഈ കൂടുതൽ പ്രേക്ഷകരും കാണികളും ഒക്കെയുള്ള ഒരു മത്സരം തന്നെയാണ് ഒപ്പന. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തായാലും മൈം, മൂകാഭിനയത്തിൻ്റെ വിവിധ തലങ്ങൾ ഉൾക്കൊള്ളുന്ന മൈം ഒന്ന് നമുക്ക് കാണാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അശ്വതിയിലേക്ക് തന്നെ ഒരു മൈം കലാകാരൊത്ത് അശ്വതി ഉണ്ട്. അശ്വതി, എന്താണ് ഈ മൂകാഭിനയത്തിൽ ഇവർക്ക് നിദാനമായ വിഷയം അടക്കം? അജിംഷാദ്, മൂകാഭിനയം മൈം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഇവർ വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. ഏത് സ്കൂളാണ്? BSS ഗുരുകുലം. ഇവരുടെ സ്കൂൾ ആലത്തൂർ BSS ഗുരുകുലം. ഓക്കെ, ആലത്തൂരിൽ നിന്നാണ്. ഇവരുടെ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മികച്ച ഹൈസ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഈ കലോത്സവ വേദിയിൽ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് ഇവരുടെ സ്കൂളാണ്, ശരിയല്ലേ? അതെ അതെ, 10 വർഷമായിട്ട് ഞങ്ങൾ 10 വർഷമായിട്ട് ഈ കൊല്ലം 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അവര്. അതിനുള്ള കടുത്ത മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ മൂകാഭിനയത്തിന്റെ വിഷയം എന്താണ്? ഞങ്ങൾ വടക്കഞ്ചേരി ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. സ്കൂൾ ബസ് ടൂർ പോയിരുന്ന ബസ് ആക്സിഡന്റ് ആയി. അതാണ് ഞങ്ങളുടെ പ്രാവശ്യത്തെ തീം. ഓക്കെ, നമ്മൾക്ക് മറക്കാൻ സാധിക്കാത്തൊരു വിഷയം തന്നെയാണ്, അതൊരു സംഭവം തന്നെയായിരുന്നു. അതാണ് ഇവരുടെ വിഷയം. ആ ബസ് ആക്സിഡന്റ് ആണ് ഇവരുടെ വിഷയം. നമുക്ക് ആ പെർഫോമൻസ് കാണാം. അജിംഷാദ്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ബസ് അപകടത്തിന്റെ ഇതിൽ ആദ്യം ആ കുഞ്ഞുങ്ങള് ഇത് ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ്. ഈ മൂകാഭിനയത്തിൽ ഈ അഭിനയം മാത്രമല്ല, ഈ വിഷയത്തെ പ്രേക്ഷകരിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സങ്കേതങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള തലച്ചോറ്, പിന്നീട് ഈ നടമാടുന്ന കുട്ടികൾ, ഇത് രണ്ടും ഒരു പ്രത്യേക രീതിയിൽ സമന്വയിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ വേറെ ഭാഷകളില്ലാത്തതുകൊണ്ട് വളരെ പ്രയാസമാണ്. നാം കാണുമ്പോൾ മൈം വളരെ നിസ്സാരമാണെന്ന് തോന്നിയാലും. അശ്വതി, അതേക്കുറിച്ചൊക്കെ അവരോട് ചോദിക്കാം. തീർച്ചയായിട്ടും അജിംഷാദ്, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല മൈമുകളും നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. ആരാണ് ഇതിന്റെ ഡയറക്ഷൻ? വിഷ്ണു സർ. ഇതിന്റെ മ്യൂസിക്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം നിന്ന ആളുകൾ? ഡ്രീംസ് മൈം എന്നാണ് വിഷ്ണു സാറിൻ്റെ മൈം ഫാക്ടറിയുടെ പേര്. സാറ് കുറേ വർഷങ്ങളായി മൈം ചെയ്യുന്നതാണ്. ഇക്കൊല്ലം ഞങ്ങൾക്ക് സാറ് പുതിയതായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ എടുക്കുന്നത്. അപ്പോൾ സാറുടെ മൈമാണ് ഞങ്ങൾ കളിക്കുന്നത്.
ഇത്തരത്തിലാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ. അവർക്ക് വേണം നല്ലൊരു കയ്യടി. കാരണം ഈ വിഷയം ഏറ്റവും എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാക്കുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്തായാലും വളരെ നന്നായി ഇവരത് പെർഫോം ചെയ്തു. അത് മറ്റുള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നു, വളരെ ഭംഗിയായി അത് മനസ്സിലാകുന്നു, ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വളരെ ഈ കലോത്സവ വേദിയിൽ വലിയ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. ആ സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളുമാണ്. എന്തായാലും നിങ്ങൾക്കും സ്കൂളിനും ഒക്കെ തന്നെ ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് കേരള വിഷനൊപ്പം ചേർന്നതിന്. അജിംഷാദ്, ഈ അവിടുത്തെ വിശേഷങ്ങൾ. തീർച്ചയായും മൈം മൂകാഭിനയത്തിൻ്റെ വിവിധ വിഷയങ്ങൾ, അതായത് ഈ മൈമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള സമ്മേളനങ്ങൾ അതിലുണ്ട്. കലയുടെ